ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് അൽസഗോതമ്പാണ്. അൽസഗോതമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൽസക്കല്ലിൽ എടുക്കുന്ന ആ സെയിം ഗോതമ്പ് അതാട്ടാ ഈ പായസത്തിന് എടുക്കാം. അത് 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ടൈപ്പ് ഗോതമ്പ്. ഇത് നമ്മളുടെ അൽസ ഗോതമ്പ് എന്നാ പറയാ. ഇതിന്റെ പാക്കറ്റ് ഞാൻ കാണിച്ചുതരാം. ഹരീസ് എന്നാട്ട പാക്കറ്റിന്റെ മേലുള്ളത്. ഞാൻ പറഞ്ഞില്ല ഇത് അൽസക്കെല്ലാം യൂസ് ചെയ്യുന്ന ഗോതമ്പാ. അപ്പോൾ അതുകൊണ്ട് ഹരീസ് എന്ന പാക്കറ്റിന്റെ മേലുള്ളത്. അപ്പോൾ ഈ ഗോതമ്പ് ഞാൻ 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കടലപ്പരിപ്പാണ്. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഗോതമ്പാട്ട എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിനിത് നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ടെടുക്കാം. എന്നിട്ടിത് കുക്കറിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു വിസിലായിട്ട് അടുപ്പിക്കുന്നുള്ളൂ. ഒരു വിസിലിനേക്ക് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കടൽപ്പരിപ്പ് ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പായസത്തിൽ കിടന്ന് അടിഞ്ഞു പോവും. ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും കേട്ടോ, ആ ഒരു ടേസ്റ്റ് കിട്ടാം. അപ്പം ഞാനിപ്പോൾ ഒരു വിസിൽ അടുപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വേവ് നോക്കിയിട്ട് ചെക്ക് ചെയ്ത ശേഷം ഇനിയും വേണമെങ്കിൽ അങ്ങനെ 2 വിസിൽ അടുപ്പിക്കാം. പിന്നെ കടലപ്പരിപ്പ് നമ്മൾ വേവിച്ച ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിലും അത് കുക്കറിൽ തന്നെ പിന്നെയും വെച്ചിരിക്കരുത്. വിസിൽ കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്നെടുത്ത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ കിടന്ന് പിന്നെയും വെന്തുകൊണ്ടിരിക്കും. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വെല്ലമാട്ടാനാണ് എടുത്തിട്ടുള്ളത്. ഇത് വെല്ലത്തിലാണ് ചെയ്യുന്നത്. പഞ്ചസാരയിലും ചെയ്യാം, പക്ഷേ വെല്ലത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് വെല്ലത്തിലാണ്. ഞാൻ 4 കട്ട വെല്ലം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം. വെല്ലം ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലിട്ട് തന്നെ ചെയ്യാം. ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. 2 കപ്പ് 1-ാം പാലും 5 കപ്പ് 2-ാം പാലും ആട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് ഗോതമ്പ് നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. എന്നിട്ട് 5 കപ്പ് 2-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഗോതമ്പൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ 5 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. 5 വിസിലുകൊണ്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഗോതമ്പ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്ത് ആദ്യം വെച്ച് ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പരിപാടി പായസത്തിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യല. അപ്പോൾ അത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വലിയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ആ ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിൽ കൂടി തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. ഡയറക്റ്റ് ചേർക്കരുത്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 4 കട്ടയാട്ടാ വെല്ലം ഞാൻ എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് മധുരം ഇതിന്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 2-ാം പാലിലാണ് ഗോതമ്പ് വേവിച്ചത്. അപ്പം തേങ്ങൻ്റെ 1-ാം പാൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. 2 കപ്പാണ് 1-ാം പാൽ എടുത്തിട്ടുള്ളത്. അപ്പം
ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ 1.5 കപ്പ് ഗോതമ്പ്, 1 കപ്പ് കടലപ്പരിപ്പ്, 4 കട്ട വെല്ലം, അതുപോലെ 5 കപ്പ് രണ്ടാം പാലും 2 കപ്പ് ഒന്നാം പാലും, ഇതെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലെടുത്തത്. അപ്പം എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യും കിസ്മിസും വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ RKG ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് കിസ്മിസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി വറുത്തിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.